അഡ്മിഷൻസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഡൗട്ടാണ് ബികോം ആണോ എടുക്കേണ്ടത് BBA ആണോ എടുക്കേണ്ടത്. ഇങ്ങനൊരു സംശയം ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ രണ്ട് കോഴ്സുകളും കൊമേഴ്സ് മേഖലയിലുള്ള രണ്ട് പ്രോമിനന്റ് കോഴ്സുകളാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുക. ഒരിക്കലും നമുക്ക് രണ്ട് കോഴ്സുകൾ തമ്മിൽ ഇതാണോ നല്ലത് അതാണോ നല്ലതെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇവിടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക, ഏത് കോഴ്സിലോട്ടാണ് അവർ ആപ്റ്റ് ആവുക എന്നെങ്ങനെ മനസ്സിലാക്കാം എന്നാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം. സോ വെൽക്കം ടു എൻട്രി കോമേഴ്സ്. നമുക്കൊന്ന് സ്ക്രീൻ കാണാം. ഇതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ കരിയർ അലൈൻമെന്റ്. നമുക്ക് ഏതൊരു ഫ്യൂച്ചറിലോട്ട് പോകാനാണ് താല്പര്യം. ബികോം ചൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക കുട്ടികളും ഒന്നല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖലകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആകണം. ആ ഒരു അക്കൗണ്ടൻസി അല്ലെങ്കിൽ അതിൽ പാറ്റേണിൽ വരുന്ന സബ്ജക്റ്റുകളായിരിക്കും കൂടുതലും നമ്മൾ ബികോമിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻസ് മേഖല അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖല ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ബികോം നല്ലൊരു ഓപ്ഷനാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ BBA പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് BBA ചൂസ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് ആണ് ഫ്യൂച്ചർ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന കോഴ്സിന് എപ്പോഴും ഒരു ഡെവലപ്മെന്റിനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. സോ ഫ്യൂച്ചറിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുന്ന കോഴ്സ് അല്ല നമ്മളെ സംബന്ധിച്ച് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകൾ ചൂസ് ചെയ്യാം. ഇപ്പൊ ബികോമിന്റെ കേസിലാണെങ്കിൽ തന്നെ നമുക്ക് എംപ്ലോയബിലിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് ചെയ്തിരിക്കണം. സോ നമുക്ക് ഫ്യൂച്ചറിൽ ഗ്രോത്ത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ബികോം എടുക്കാം. അതേപോലെ അല്ലെങ്കിൽ BBA എടുത്തതിന്റെ പേരിൽ ആ ഒരു കോഴ്സ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ പറ്റും എന്ന് വിചാരിച്ചാൽ അതും തെറ്റാണ്. അവിടെയും നമ്മൾ ഫ്യൂച്ചർ ഗ്രോത്തിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി വെക്കണം. മൂന്നാമത്തെ പോയിന്റ് ആണ് ഏർണിംഗ് പൊട്ടൻഷ്യൽ. ഓഫ് കോഴ്സ് നമ്മൾ എല്ലാവരും പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കരിയറിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുകയും അല്ലെങ്കിൽ അതിൽ തന്നെ നിന്ന് പോയി നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് കോഴ്സിൽ ഏതാണോ താല്പര്യം ഉണ്ടെന്ന് അല്ലെങ്കിൽ ഏത് കരിയറിലോട്ടാണോ പോകാൻ ഇഷ്ടം അതിനെ ബേസ് ചെയ്തിട്ട് ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു പോയിന്റ്, എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കോർ സബ്ജക്റ്റുകൾ. നമ്മൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുണ്ടാവുക. ഇപ്പോ ബികോമിന്റെ കാര്യത്തിൽ നമുക്ക് വരുന്ന കോർ ഫോക്കസ് എന്ന് പറയുന്നത് പ്രോബ്ലം പേപ്പേഴ്സ് തന്നെയാണ്. അതായത് അക്കൗണ്ടിങ്, ഫിനാൻസ്, എക്കണോമിക്സ്, ബിസിനസ് ലോ, ഓഡിറ്റിംഗ് തുടങ്ങിയ ഫിനാൻസ് മേഖലയിൽ നിങ്ങളെ സ്കിൽഫുൾ ആക്കുന്ന കുറച്ചധികം കോഴ്സുകളാണ് നമ്മുടെ കോർ ഏരിയയിൽ ബികോമിന് വരുന്നത്. സബ്ജക്റ്റുകളായിട്ട് പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ തന്നെ പല വേർഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, ബിസിനസ് ലോ ഉണ്ട്. ഇതൊക്കെയാണ് കൂടുതലും ബികോം എടുക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുണ്ടാകുന്നത്. ഇനി BBA എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ കേസ് സ്റ്റഡീസ് ആണ് അവിടെ ആഡ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽ സെറ്റ്സ് ആണോ വേണ്ടത് അത്തരം കാര്യങ്ങളായിരിക്കും BBA ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് പഠിക്കാനുണ്ടാകുന്ന സിലബസ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും, ഓർഗനൈസേഷണൽ ബിഹേവിയർ, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ്, ഇങ്ങനെ തുടങ്ങി ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് അല്ലാത്ത ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ കൈകാര്യം ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളുമാണ് നമ്മൾ BBAയിൽ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കേരളത്തിൽ എസ്പെഷ്യലി ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസിലും ഇതൊരു 3 വർഷത്തെ ഡിഗ്രി തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഓണേഴ്സ് ഡിഗ്രി ആയിരിക്കണം. ഓണേഴ്സ് ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് 4 വർഷമാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഈ രണ്ട് ഡിഗ്രീസിൽ ഏത് ചൂസ് ചെയ്താലാണ് ബെറ്റർ ആവാന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഇനി ഇതില് സ്പെഷ്യലൈസേഷൻസിന്റെ കാര്യം, നമ്മൾ BBA അല്ലെങ്കിൽ ബികോമിലോട്ട് വരുമ്പോൾ മറ്റ് ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഒന്നാമത്തെ കാര്യം, ബികോം കുറച്ചും കൂടെ തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു അക്കൗണ്ടൻസി ആണെന്നുണ്ടെങ്കിലും ടാക്സ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു തിയറി പോർഷൻസ് ആണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ BBA ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കേസ് സ്റ്റഡീസ് വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് അല്ലെങ്കിൽ പ്രാക്ടിക്കലി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ നടക്കുന്നത് അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യലൈസേഷൻസ് വരുവാണെങ്കിൽ ബികോമിൽ നമുക്ക് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ അക്കൗണ്ടിങ് ബേസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ബാങ്കിങ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇതൊക്കെയാണ് ഒട്ടുമിക്ക കോളേജസിലും നമുക്ക് സ്പെഷ്യലൈസേഷൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി BBA ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ അവിടെ വരുന്നത് ഈ പറയുന്ന ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ്, HR, നമ്മളൊരു കമ്പനിക്കകത്തുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും സ്പെഷ്യലൈസേഷൻസ് ഇന്നിപ്പോൾ BBAക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ BBA എന്ന് പറയുന്നത് തന്നെ ഒരു മിനി MBA ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബിസിനസ്സും ആ രംഗവും ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ ഇത് ചൂസ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പോഷർ. ഇതിനകത്ത് ബികോം എടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കിട്ടുന്ന കഴിവുകൾ അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ സ്കിൽസ് ആണ്. ഒരു ടാക്സ് പർപ്പസിന് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യണം, ആ രീതിയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അനലിറ്റിക്കൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് ആണ് കൂടുതലും ബികോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രോബ്ലം സോൾവിംഗ് ആണ്. ഓഫ് കോഴ്സ് ഇതൊരു പ്രോബ്ലം ബേസ്ഡ്
സിലബസ് ആയതുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആയിരിക്കും കൂടുതലും കിട്ടുക. അതേപോലെ നമുക്കൊരു അറ്റൻഷൻ, ഒരു അക്കൗണ്ടന്റ് എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ ആ ഒരു സ്കില്ല് ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ ബേസ് ആയിട്ട് ഒരു ഡിഗ്രി കോഴ്സിൽ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. സോ അറ്റൻഷൻ ഇൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നത് ബികോം സിലബസിലാണ്. BBA വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ലെവലിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് തിങ്കിങ്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അങ്ങനെ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡിഗ്രി കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് വരുന്ന സ്കിൽസ് എന്ന് പറയുന്നത്. അടുത്തത് ഇതിന്റെ ഒരു കരിയർ. നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇനി എന്താണ്? ഈ രണ്ട് കോഴ്സുകളിലും അവിടെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബികോമിന് അതിൻ്റെതായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്, BBAക്കും അതിൻ്റെതായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്. കാരണം ഇത് രണ്ടും ഒരു കമ്പനിക്ക് അകത്തുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം ഇന്നിപ്പോൾ ധാരാളം കമ്പനീസ് ആണ് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കാര്യങ്ങൾ ചെയ്യാനും ആൾക്കാർ വേണം, അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യാനും ആൾക്കാർ വേണം. സോ ആ രണ്ട് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് കോഴ്സുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ബികോം എടുത്ത ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അക്കൗണ്ട്സ് മേഖലയിലും ബിസിനസിന്റെ മറ്റ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ BBA എടുത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് നമുക്കൊരു അക്കൗണ്ട്സ് ഫീൽഡിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബികോമിന് ഓൾമോസ്റ്റ് പ്രോബ്ലം പേപ്പേഴ്സിന്റെ കൂടെ നമ്മൾ കുറച്ചധികം മാനേജ്മെന്റ് പേപ്പേഴ്സും പഠിക്കുന്നുണ്ട്. പക്ഷെ മാനേജ്മെന്റ് കോഴ്സ് എടുത്ത ഒരു കുട്ടിക്ക് അക്കൗണ്ട്സ് പേപ്പേഴ്സ് വളരെ കുറവാണ്. അപ്പൊ ഈ പറയുന്ന ഒരു കരിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്വാപ്പിംഗ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും BBA എടുത്തു കഴിഞ്ഞാൽ. ആ ഒരു സെക്ടറിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ നമുക്ക് 2-3 ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ബികോം, വെറുതെ ഒരു ബികോം മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രഷർ ആയിട്ട് ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ബുക്ക് കീപ്പർ ഒക്കെ ആയിട്ട് കയറാൻ പറ്റും. അതല്ല നിങ്ങളൊരു സ്കിൽ കോഴ്സ് ഒക്കെ ചെയ്തു, CA, CMA, ACCA പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പ്രൊഫഷണൽ ഫീൽഡിലോട്ട് മൂവ് ചെയ്യാം. അതേപോലെ അനലിസ്റ്റ് ആയിട്ട് മാറാം. ഇനി ടാക്സ് കൺസൾട്ടന്റ്, അതും നല്ലൊരു ജോലി സാധ്യതയാണ്. അതേപോലെ ബാങ്കിങ് പ്രൊഫഷണൽ ആകാം. അതേസമയം നമ്മൾ BBAയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാനേജ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള റോൾസ് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. മാർക്കറ്റിംഗ് മാനേജർ, HR സ്പെഷ്യലിസ്റ്റ്, ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ്. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിസിനസ് യൂണിറ്റ് തുടങ്ങാനും ഒരു BBA ഡിഗ്രി നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബികോം ആണോ BBA ആണോ ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് എവിടെയാണ് എത്തിപ്പെടേണ്ടത്, എന്താണ് എന്റെ ഇഷ്ടം എന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി ഈ പറയുന്ന രണ്ട് കോഴ്സുകളും ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഒപ്പം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ചധികം കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയാൽ ഈ ഒരു ചോയ്സ് കുറച്ചുകൂടെ വൈസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ എൻട്രി കൊമേഴ്സിന്റെ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. താങ്ക്